ഇന്ന് ഞാൻ വീണ്ടും മൂവി ഡേറ്റിന് പോവാണ്. സോളോ മൂവി ഡേറ്റിന് പോവാണ്. അപ്പോൾ ആലപ്പുഴ ജിംഖാനയാണ് മൂവി. ഫസ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഒരു ടൈമായി. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു അമ്മേനെ ഒന്ന് അവിടേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ഓഫീസിലേക്ക് കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കൊറിയറൊക്കെ അയച്ചു വരുമ്പോഴേക്കും എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനുണ്ടായിരുന്നു. അതായത് ഇന്ന് എച്ച് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ എച്ച് ക്ലാസ് മിസ്സായി. ദെൻ ഞാൻ കൊറിയർ കൊണ്ടായി DTDCയിൽ അയക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കൊറിയറാണ് കേട്ടോ ഞാൻ അയക്കുന്നത്. വരുന്ന വഴിക്ക് കുറച്ച് പോപ്കോൺ മേക്കർ ഞാൻ വാങ്ങിച്ചായിരുന്നു. കൂടെ 2 ലേസും ചീറ്റോസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ഇനി മുതൽ മൂവിക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോപ്കോൺ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ശംഭുവും അമ്മൂമ്മയും കൂടിയിട്ട് എന്നെ അങ്ങനെ യാത്ര അയക്കുകയാണ്. ശംഭുവിന് ഒരു മടിയില്ല. ശംഭുവിന് ഇപ്പോൾ 6 വയസ്സായിട്ടോ. നല്ല സുന്ദരകുട്ടപ്പനായിട്ടുണ്ടല്ലേ ശംഭു. 6 മണിക്കാണ് ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ വേഗം തന്നെ ഞാൻ പോയി. ഈ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നാളെയും മൂവി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതായത് മരണമാസത്തിന് വേണ്ടിയിട്ട് മൂവി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങണമെന്ന് മനസ്സിലായി. നാളത്തെ മൂവിക്ക് സോളോ മൂവി ഡേറ്റ് അല്ല, അമ്മയുണ്ട്. മൂവിനെ കുറിച്ച് എൻ്റെ ഒരു പ്രിവ്യൂ പറയുകയാണെന്ന് വെച്ചെങ്കിൽ മൂവി അടിപൊളിയാണ്. ഭയങ്കര ആ ഖാലിദ് റഹ്മാന്റെ തല്ലുമാല ആ ഒരു വൈബ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രിയോറിറ്റി നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ റോളിനും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. തിയേറ്റർ ഭയങ്കര ഓളമായിരുന്നു. അതേപോലെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫും പകുതി വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ക്ലൈമാക്സ് എന്തോ എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈ ആയില്ല. ക്ലൈമാക്സ് ഒന്നും കൂടി ബെറ്റർ ആക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു എൻഡിങ് നന്നായിട്ട് ചെയ്യാറുണ്ട് എനിക്ക് തോന്നി. 10ൽ ഒരു 7 കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവി. അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അമ്മ വന്നപ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കൂടി. അപ്പോൾ അവിടുന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും നേരെ വീട്ടിലോട്ട് പോയായിരുന്നു.